ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 52 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. വത്സായിദാത്തതനു ഗോപഗണായിദസ്ത്വം ശിക്യാദി ഭണ്ഡമുരളി ഗവലാദിരൂപഃ പ്രാഗ്വത വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാത ബഹുധാ വൃജമായയാധ. അന്വയം അർത്ഥം. തദനു അനന്തരം വത്സായിത പശുക്കുട്ടികളെപ്പോലെയായവനും ഗോപഗണായിത ഗോപസമൂഹത്തെപ്പോലെയായവനും ശിക്യാദി ഭാണ്ഡ മുരളി ഗവലാദി രൂപ ഉറി തുടങ്ങിയവയുടെയും ഓടക്കുഴൽ കൊമ്പ് തുടങ്ങിയ വാദ്യങ്ങളുടെയും രൂപം ധരിച്ചവനുമായ തും അങ്ങേ വിപിനേഷു വനപ്രദേശങ്ങളിൽ പ്രാഗ്വത് പഴയ പോലെ തന്നെ ചിരായ വളരെ നേരം വിഹൃത്യ ക്രീഡയിൽ മുഴുകിയിട്ട് അധ അതിനുശേഷം സായം വൈകിട്ട് മായയാ മായ കൊണ്ട് ബഹുധ പല രൂപത്തിൽ വൃജമായയാത ഗോകുലത്തിൽ എത്തിച്ചേർന്നു. ഹരിവും. ഗോപന്മാരും ഗോക്കളും എല്ലാം മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവയുടെ എല്ലാം രൂപത്തിൽ ഭഗവാൻ വനത്തിൽ കുറച്ചു സമയം കൂടി ക്രീഡിച്ചിട്ട് മടങ്ങി വ്രജത്തിലെത്തി. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ത്വമേവ ശിക്യ ഗവലാദിമയം ദദാനോ ഭൂയാസ്ത്വമേവ പശുവത്സക ബാലരൂപഃ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിർ ആസ്വാദിതോസി ജനനീഭിരതി പ്രഹർഷാൻ. അന്വയം അർത്ഥം. പുയക പിന്നെ ശിക്യ കവലാദിമയം ഉറകൾ കൊമ്പുകൾ മുതലായവയായി തീർന്ന ത്വമേവ അവിടത്തെ തന്നെ ദധാന കൈക്കൊണ്ടിരിക്കുന്ന പശുവത്സല ബാലരൂപ പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും രൂപമെടുത്ത് ത്വം യേവ അങ്ങ് തന്നെ ഗോരൂപിണീഭി ഗോരൂപമുള്ളവരും ഗോപവധൂമയീഭി ഗോപ സ്ത്രീ രൂപത്തിലുള്ള അഭി ആയ ജനനീഭി അമ്മമാരിൽ അതിപ്രകർഷാൻ വലിയ സന്തോഷത്തോടെ ആസാദിത പ്രാപിച്ചു. ഹരിയോ. സാരം. ഗോപബാലന്മാരും പശുക്കുട്ടികളും ഉറികളും കയറുകളും കൊമ്പും കുഴലുമെല്ലാം ഭഗവാൻ തന്നെയായി. ഭഗവാനെ വഹിക്കുന്നവനായി. ഗോകുലത്തിലെത്തിയപ്പോൾ ഗോമാതാക്കളും ഭഗവാനായ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ലാളിച്ച് സുഖമായി കഴിഞ്ഞുകൂടി. ഹരിവും.